നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്നലെ ഞാൻ മതി വീട്ടിലാരും ഭക്ഷണം കഴിക്കുന്നു വന്നിട്ടില്ല. ഉച്ചത്തേക്ക് ചോറ് വെച്ച് പക്ഷെ നമുക്ക് കറി വയ്ക്കാനുള്ള ടൈം കിട്ടില്ല. നമ്മുടെ ഷോപ്പിൽ ഒരു കൂട്ടർ വന്നിട്ടുള്ള അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടാണ്. ഇപ്പം ഇന്നിപ്പോൾ അതാവസ്ഥ, ഇന്നും നമ്മുടെ സ്റ്റാഫ് ലീവാണ്. അപ്പോൾ ചാലക്കുടിയിൽ നിന്ന് ഒരു കൂട്ടർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പ് തുറന്ന് കാട്ടി തുടങ്ങി, ഇത്രയും ദൂരത്ത് നിന്ന് വരുന്നതല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പോൾ എന്തായാലും ഇന്നലത്തെ ചോറ് വെള്ളത്തിൽ ഇട്ടേച്ചില്ല. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു ചോറ് തിളപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ആർക്കും കഴിക്കാത്ത ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ പഴങ്കഞ്ഞി ആകുമ്പോൾ എല്ലാവർക്കും കഴിക്കാം. ഉണക്കിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പഴങ്കഞ്ഞി. അപ്പം അത് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം തട്ടി കൂട്ടിയിട്ടൊരു പെട്ടെന്ന് വേഗം ഉണ്ടാക്കിയിട്ട് പോകണം. എന്താ വെച്ചാൽ അവരവിടെ നിന്ന് ചാലക്കുടിയിൽ നിന്ന് പോകുന്നിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് ഇവിടുത്തെ പണിയോട് കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം പോകാൻ. എനിക്ക് അതിനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുളിക്കാണ്ട് പോകുന്നത് ഇഷ്ടമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് പെട്ടെന്ന് കുളിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ രാവിലത്തെ ഫുഡ് ആവണല്ലോ. ചെറുപയർ കറി വെച്ചു, പിട്ടുണ്ടാക്കി. ഇനി നമുക്ക് പഴഞ്ചോറിലേക്കുള്ള ഓരോ പയറൊക്കെ ഇന്നലെ കഴുകി നന്നാക്കി ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല, നമുക്ക് പെട്ടെന്ന് പോകേണ്ടതിന്. അപ്പം പയറൊക്കെ കഴുകി നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് ഇട്ടുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാട്ടെ. ചെമ്മീൻ നന്നാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. ഇതിനൊക്കെ നന്നാക്കി കഴിഞ്ഞു, ഉണ്ടാക്കാൻ പറ്റിയില്ല, അതുണ്ടായില്ല. അപ്പോൾ നമുക്ക് ഓരോ പണിയായിട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ശബ്ദമൊക്കെ കുറവാണ്, തലവേദനയും കാര്യങ്ങളായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് നമുക്ക് മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങയതുകൊണ്ട് ഞാനൊരു കുഞ്ഞ മാങ്ങയുണ്ട്, ഒരു 3 കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയ്ക്ക് തന്നെ ഒരു 1-2 മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 3 മാങ്ങ ഇട്ടു, 2 തക്കാളി പച്ചമുളക് ചീന്തിട്ടു, ഒരു വലിയ നല്ല പഴുത്ത തക്കാളി, പിന്നെ നമ്മൾ നമ്മുടെ ചുവന്നുള്ളി ഇഞ്ചി കൂടി ചതച്ചങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ചുവന്നുള്ളി കുറച്ച് കൂടുതലായാലും ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ചുവന്നുള്ളി ഇഞ്ചി കുറഞ്ഞ് വെച്ചാൽ ഒരു അടിപൊളി കറി കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിട്ട്. എന്തായാലും എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കി കഴിയും കേട്ടോ, പെട്ടെന്ന് കഴിയും. അത്യാവശ്യം നമുക്ക് ഒരുപാട് ആൾക്കാരുള്ള വീട്ടിലുള്ളൊക്കെ ആകുമ്പോൾ ഒരുപാട് ഗ്രേവിയും കാര്യങ്ങളും കിട്ടും ചെയ്യും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ്. അത് ചപ്പാത്തിക്ക് പിട്ടിനും എല്ലാം അതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. മാങ്ങ പുളി കുറവാക്കാൻ ഒരു മാങ്ങ കൂടി ചേർത്താൻ പറ്റില്ല. പിന്നെ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളകും പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി ചുവന്നിൽ വെളുത്തിലൊക്കെ ചതച്ചിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴിയാൻ ചെല്ലിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് ചെല്ലി നമ്മൾ വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരം എടുത്തു, അതിലേക്ക് 1 ടീസ്പൂൺ മുളകും പൊടിയൊക്കെ ഇട്ടു. വേറെ ഒന്നിട്ടില്ല, മുളകും പൊടി മാത്രമായിട്ട് നന്നായി അരച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി അരച്ചു. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയും തക്കാളിയൊക്കെ വെന്ത് ആ വെള്ളത്തിൽ ശരിക്കും അതിൻ്റെ പുളിയൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടാണ്. ആ നേരത്തെ കൊണ്ട് ഞാൻ അരപ്പൊക്കെ അരച്ചു കൊടുക്കും. നമുക്ക് ഗ്രേവി എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള നാളികേരം എടുക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് എടുത്തു അരപ്പൊക്കെ അരച്ച് ഇതിൽ ഒഴിച്ചു. അപ്പോൾ നമുക്ക് അതിന് എത്ര കട്ടി വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കിട്ടാം. പിന്നെ അതിന് ശേഷം ഞാൻ ഉണ്ടായിരുന്നു പിന്നെ പുഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ പുഞ്ഞോട് പറഞ്ഞായിരുന്നു മാങ്ങ പുളി കുറവാണ്, അങ്ങനെ പുളി കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞേക്കാനും പുഞ്ഞ് കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു. ചെമ്മീനൊക്കെ പുഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷോപ്പിലേക്ക് എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം ബിസിയല്ല കേട്ടോ. മീൻ കൂട്ടാൻ ഞാൻ പകുതിക്ക് ആക്കി കണ്ടില്ലേ, വേറെ ഒന്നും ചെയ്തില്ല. പുളി കുറവാകുമ്പോൾ കുറച്ച് പിന്നെ പുളി പിരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാ. മീൻ കൂട്ടാനൊക്കെ സെറ്റാൻ അടിപൊളിയായിട്ട്. അപ്പോൾ അത് ശരിക്കും ഉണ്ടാക്കുന്നത് കാണിച്ചാൽ പറ്റിയില്ല. ഞാൻ അപ്പോഴേക്കും ഷോപ്പിലേക്ക് ചാലക്കുടിയിൽ നിന്നുള്ളവരാ. അപ്പോൾ അത്രയും ദൂരം വന്നാൽ നമുക്ക് ഇനി തുറന്നു സ്റ്റാഫ് ലീവാണ്, തുറന്നു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പോയി തുറന്നു കൊടുത്തു, അവർക്ക് സ്ഥലം എടുത്തു, ബുക്ക് ചെയ്തിട്ട് പോയി. രാവിലത്തെ ഫുഡ് വന്നിട്ട് കഴിച്ചത് 1:30. ഇതിപ്പോൾ രാവിലത്തെ ഗുളികയാണ് ഇപ്പോൾ കഴിക്കാൻ പോണത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് 130 ഇപ്പോൾ ഷുഗറിൻ്റെ ലെവൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ അടിച്ചടയ്ക്കുന്ന ആൾ വയ്യാണ്ട് കിടക്കുക. ഇന്നിപ്പോൾ എല്ലാ പണി നമുക്കാവും. ചേട്ടാ നമുക്ക് പണി തീരുമ്പോ കിട്ടുമല്ലോ. അടിച്ചതോടെ വീട് വൃത്തിയായാലും കുഞ്ഞൻ ചെയ്യേണ്ടതാ. അതിപ്പോൾ കുഞ്ഞിനൊന്ന് വയ്യാണ്ട് കിടക്കുക. അപ്പം അത് ആറേഴ് ഗുളിക കഴിച്ചു. ഇനി മയക്കുവേണ്ടി അടിച്ച പോലെ ആവാൻ നിൽക്കുക. രാവിലെ കഴിക്കുന്ന ഗുളിക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിക്കുന്ന ഗുളിക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിച്ചു, ഗുളിക കഴിച്ചു. ഇനി ഉച്ചത്തേക്കുള്ള ഫുഡിൻ്റെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറി ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമായപ്പോൾ പിട്ടും കാര്യങ്ങളൊക്കെ കൂടി കഴിച്ചു. മൂക്കിന് കുടിച്ചൊക്കെ മീൻകറി പിട്ട് കൂട്ടി കഴിച്ച്.
കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. കൂട്ടാൻ കാച്ചിൻ്റെ ഇതൊന്ന് നോക്കണം. കൂട്ടാൻ കാച്ചണം, വേണ്ടി ഇല്ലല്ലേ? അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. മീൻ കൂട്ട അടിപൊളി മീൻ കൂട്ട. നല്ല മീൻകറി. മാങ്ങ ഇട്ട് മീൻകറി വെച്ചാൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി അടുത്തത് ഇങ്ങനെ പഴഞ്ചോറിനുള്ള ഓരോ കാര്യങ്ങൾ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തന്നെയാണ് ടെൻഷൻ. ഞാൻ 10 മിനിറ്റ് എനിക്ക് തല പറഞ്ഞ ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഞാനായിട്ട് മാന്തളൊക്കെ നന്നാക്കിയാണ്. അപ്പോൾ ഞാനത് മിളകും പറ്റി മസാല പറ്റിട്ട് നമുക്ക് എന്തായാലും പഴഞ്ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ എന്തിനൊക്കെ അതിന് വിഭവങ്ങൾ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവണം. ഓരോന്ന് ചെയ്തിട്ട് ദോശമാവ് എന്തുണ്ട്. അപ്പം ഞങ്ങളുടെ അടുക്കളയുടെ അവസ്ഥ കേട്ടോ, കണ്ടോ? ഇതൊക്കെ വീടിൻ്റെ അവസ്ഥ. വീട് വൃത്തിയാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഈശ്വരാ രക്ഷിക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ബാക്കി പത്രമാണ് എന്നെടുക്കുന്നത്. ഇന്നലെ എനിക്ക് വീഡിയോ എൻ്റെ മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. ഞാൻ മലയ്ക്കപ്പോഴേക്കും ഉച്ചത്തെ മീൻകറിയുടെ ഇടയിലാണ് വിളിക്കുന്നത്. വേറെ കൂട്ട് എവിടെ നിന്ന് അടുത്ത്. പക്ഷെ അവർക്ക് ഫംഗ്ഷൻ ഇന്നും ഉണ്ട്. ഫെബ്രുവരി 2-ാം തീയതി കല്യാണം ഉണ്ട്. അപ്പോൾ രണ്ടിനും കൂടിയിട്ട് ബുക്ക് ചെയ്യാനും എടുക്കാനും കൂടിയിട്ടാണ്. 10 രൂപ കിട്ടുന്ന സമയത്ത് നമുക്ക് ഓടി എത്താറുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി അങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടെ ഒരു 2-3 മണിക്കൂർ വരത്തോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. പിന്നെ വരുമ്പോഴേക്കും ഞാൻ ഭക്ഷണം ഇങ്ങനെ ടൈം തെറ്റി. പിന്നെ ഉച്ചയ്ക്ക് ആരും ഒന്നും കഴിച്ചില്ല. ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ ഉച്ചയ്ക്ക് ആരും. ഒരു ചായ മാത്രം കുടിച്ചുള്ളൂ എല്ലാവരും. പിള്ളേരും ഒരു ഷേക്ക് കുടിച്ചു. ഞങ്ങൾ അത് അവർക്ക് ചായ ഇഷ്ടമായിരുന്നു. വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഓരോ ചായ കുടിച്ചു. ഞാൻ വിത്തൗട്ട് അതാണ് ഉണ്ടായത് ഇന്നലെ. ഉച്ച ഫുഡില്ല. അപ്പോൾ ആൾക്കാരൊന്നും ഫുഡ് നിയന്ത്രിക്കുമെന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പോയിട്ട് ഞാൻ ചില ദിവസം നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നതാകുമ്പോൾ ചിലപ്പോൾ തെറ്റായ ധാരണയാണ്. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡിങ്ങും കാര്യങ്ങളാണ്. പക്ഷേ ഞങ്ങൾ ഒരു ദിവസം 24 മണിക്കൂറുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചാൽ 1/2 മണിക്കൂറാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണു, ഒരു നേരം കഴിക്കണമെങ്കിൽ രാവിലത്തെ അല്ലെങ്കിൽ ഉച്ചത്തെ കഴിക്കുന്നതായിരുന്നു. പക്ഷേ ബാക്കിയുള്ള ടൈമിൽ ഞങ്ങൾ ചിലപ്പോൾ ഫുഡ് കഴിച്ചില്ലേ തരും. 100 കുറേ ദിവസമായിട്ട് ഒന്നില്ലെങ്കിൽ രാത്രി കഴിക്കില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കില്ല. ഏതെങ്കിലും 2 നേരം മാത്രമേ ഞങ്ങൾക്ക് കുറേ ആയിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കും. ചിലപ്പോൾ ഒരു നേരം ഇരിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഫുഡിങ്. പിള്ളേരുടെ കാര്യം മാത്രമേ നോക്കണം. അപ്പോൾ പൊന്നും ഷേപ്പി കുഞ്ഞിനൊക്കെ ഇതേപോലെ തന്നെ ആയിട്ട് ഞങ്ങളുടെ പോലെ കുറുക്കനും കുടിക്കും മാത്രമേ കുറച്ച് മാറ്റുള്ളൂ. ചിലപ്പോൾ അവരും ഞങ്ങളെ പോലെ ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് അവരും അങ്ങനെയൊക്കെ ആവാറുണ്ട് കേട്ടോ. ഇന്നലെ ഫുള്ളും വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് നമ്മൾ ഇതാണ് കാരണം. പോയി വരുമ്പോഴേക്ക് പിന്നെ വയ്യാണ്ടായി 6 മണിയൊക്കെ അന്ന് കുളിച്ചു. അതന്നെ അതുകൊണ്ട് പിന്നെ ഇപ്പോഴേ അവരെ അയച്ചു. നമുക്കിന്നൊരു മാമദൂസി ഉണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ അതെ ഓരോരുത്തരെ എനിക്ക് പല്ലത്തിൻ്റെ പരിപാടിയാണ്. രാവിലെ എണിച്ചു പുട്ടുണ്ടാവും. മാമദൂസി ഉണ്ടായിരുന്നു. 10 മണിക്കായിട്ട് എല്ലാവരും എണിച്ചത്. ഞാനും 9-9:30 എണിച്ചു. ബാക്കിയുള്ളത് എണിച്ചു വന്നോളൂ. വാങ്ങിച്ചു രാത്രി ആവണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ പൊന്നിന് രാത്രി ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു, പുലർച്ചെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇന്നലെ എത്ര മണിക്ക് പോയി കുഞ്ഞാ പൊന്നേച്ചി? 1:30 ഒക്കെ ആകുമ്പോഴേക്ക് പൊന്നു പോയോന്നു ഇല്ല. 1:30 ആകുമ്പോൾ പൊന്നു പോയി കാർത്തൂന്ന് വന്നിട്ടുണ്ട്. പക്ഷെ 1:30 കാർത്ത് ഭയങ്കര അങ്ങനെ എന്താ പറയാ ഒന്ന് എന്തെങ്കിലും പറയാൻ വേണ്ടിയിരിക്കും. അതിൻ്റെ പിള്ളേരൊന്നും ഞാൻ മറന്നു പോയിട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇന്നലെ ആ പൊന്നിന് വർക്കുന്ന പൊന്നിക്ക് ഒരു മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് എടുത്ത് എന്നിട്ട് പോയിട്ടാ. പക്ഷെ കാർത്ത് നോക്കിയൊരു 2-2:15 ആകുമ്പോൾ അവിടെ എണിച്ചു. പിന്നെ രാവിലെ ഞാനും കുഞ്ഞിനെ എടുത്തുകൊണ്ട് അടക്കുക തന്നെയായിരുന്നു കൂടുതലും. അവരെത്തുമ്പോൾ 6-7 മണി. ഇതിന് ശേഷം ഞാനും കുഞ്ഞിനും ഉറങ്ങിയത് കേട്ടോ. അവരെന്നേക്കാൾ ഒരു 10 മിനിറ്റ് കാർത്ത് ഉറങ്ങി അങ്ങനെ കെട്ടു ചേർന്നിട്ട് അവരെത്തിയത്. അങ്ങനെ ഒരാളും. അപ്പം നിങ്ങൾക്ക് നേരം മേടിക്കാൻ പറ്റിയില്ല. 3 മണിക്കൂർ കുളച്ചിട്ടേ നമ്മൾ ഓൾറെഡി ഉറങ്ങുമ്പോഴല്ല 1 മണിക്ക് അതിൻ്റെ ഉറങ്ങൊക്കെ എടുക്കുമ്പോഴല്ലേ. പിന്നെ 1 മണിക്കൂർ ഉറങ്ങിയപ്പോഴേക്ക് കാർത്ത് എണിച്ചു. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. എന്ന് വെച്ചാൽ പൊന്നിന് റിസപ്ഷൻ ഉണ്ട് പാലക്കാട്. അവർ റിസപ്ഷൻ വർക്ക് എന്തോ ഉണ്ടെന്ന്. അപ്പോൾ അത് പാലക്കാട്ടേക്ക് എത്തണം. അപ്പോൾ പൊന്നും ഒരു 11 മണിയാകുമ്പോൾ പോകും. ഞങ്ങൾക്ക് മാമദൂസുണ്ട്. അപ്പോൾ കാർത്തിനും കൂടെ എന്തായാലും ഇനി കുഞ്ഞനോ അല്ലെങ്കിൽ ഞാനും കൂടെ പോകാന്നാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. എന്താ വെച്ചാൽ അവൾക്ക് അറിയില്ലേ വിഷമാവും. അവൾക്ക് അറിഞ്ഞാൽ അവൾക്ക് ക്ഷീണം വരും. അപ്പോൾ അവിടെ കൊണ്ട്
അവർ പോവും, ഞാനും കൊടുക്കലും അച്ഛനും കൂടിയിട്ട് ഇവിടെ അടുത്തൊരു മാമോദീസ ഇട്ടിട്ട് അവിടേക്ക് പോയിട്ട് ഞങ്ങൾ അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു ഇന്നലെ പഴം കഴിഞ്ഞിട്ട് വേണ്ടിയിട്ട് വേവിക്കാൻ വെച്ചാൽ കൊള്ളിയാട്ടാ. വേവിക്കാൻ അടുപ്പത്ത് വെച്ച സമയത്ത് ഇങ്ങനെ അവിടെ മീൻ കറി വെക്കുന്ന സമയത്ത് അവർ വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഓടിയില്ലോ. അപ്പോൾ അത് പൂർത്തീകരിച്ചിരുന്നില്ല. അപ്പോൾ കഴിച്ചിട്ട് രാവിലെ ആ പുട്ടും കൊള്ളിഷ്ടം കൂടി ആകുമ്പോൾ അവിടെ ചേർന്ന് പൊക്കോളും. കഴിക്കണോ കഴിക്കട്ടെ. അങ്ങനെ കൊള്ളി ഞാൻ അച്ഛനൊക്കെ തരി കഴിക്കണം കേട്ടോ ഷുഗർ. ഇവിടെ എനിക്ക് ഫുഡിന് കൺട്രോൾ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഫുഡ് കഴിച്ചിട്ടുള്ള ഷുഗർ അല്ലല്ലോ, എനിക്ക് മെഡിസിൻ്റെ ഷുഗർ വരുന്നത്. എനിക്ക് ഫുഡിന് കൺട്രോൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ ഓൾറെഡി എന്തെങ്കിലും മധുരമില്ലാത്ത ചായന് കുടിക്കണം കേട്ടോ. ഇപ്പോൾ ഭക്ഷണം ഓൾറെഡി ഷുഗറിന് 3 നേരം കൂടി കഴിക്കുന്നത് കാരണം എനിക്ക് ഭക്ഷണം ഒരുപാട് നിയന്ത്രിക്കാൻ പറ്റുന്നത്. ഷുഗർ പെട്ടെന്ന് ലോ ആവില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ 3 ടീസ്പൂൺ പഞ്ചസാര വായിലിട്ടോളൂ, ഭക്ഷണം പെട്ടെന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലോണം കുറേ സാധ്യത ഉണ്ടെന്നും പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ ഇടയിൽ സംസാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ കാരണം വേറെ ഒന്നല്ല കേട്ടോ. ഇന്നലത്തെ ഒരു കമൻറ്റ് ബോക്സിൽ കണ്ടു ഞാൻ ഇവരെ അസുഖം വിറ്റിട്ട് കാശാക്കണമെന്ന് സംശയമുണ്ട്. അത് റീച്ച് കിട്ടാൻ വേണ്ടി വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സഹോദരനായാലും സഹോദരിയായാലും ഞാൻ ഒന്ന് പറയട്ടെ, അസുഖങ്ങളില്ലാണ്ട് ഈ കണ്ട മരുന്ന് ഞാൻ എൻ്റെ ശരീരത്തേക്ക് വലിച്ച് കയറ്റും. എന്നിട്ടും ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ഒരു പിടുത്തില്ലാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ മറ്റുള്ളവരോട് പറയണേ എനിക്ക് കാശില്ല ജീവിക്കാൻ, ചെറിയ ചികിത്സ കാശില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വരേണ്ട ഒരു അവസ്ഥ ഒന്നും വരേണ്ടി വരുമില്ല എന്നല്ല. അപ്പോൾ ഇപ്പോൾ അതിനേക്കാളും ഞാൻ പറഞ്ഞ അങ്ങനെ ചോദിച്ചാൽ എല്ലാവരും ബുദ്ധിമുട്ടിക്കണം. എനിക്ക് എന്നെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായിട്ടും ഞാൻ എല്ലാ ആരോഗ്യത്തോട് വന്നിട്ട് എൻ്റെ വീഡിയോ എത്ര നാളെ എങ്ങനെ എടുത്തത് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. പറ്റാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ വൈകിയായി എന്നുള്ള ദിവസങ്ങളാണ് സംസാരിച്ചിട്ടുണ്ട് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ 2 ദിവസം മുന്നാണ് നമ്മൾ ഹോസ്റ്റലിൽ പോയത്. അതായത് യൂറിൻ ബ്ലഡ് പീസ് പോലെ കണ്ടിട്ട് എനിക്കത് ഹോസ്പിറ്റലിൽ പോണ വീഡിയോ കാര്യം നമുക്ക് എടുക്കാമെന്ന് റീച്ചിട്ടാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോണ വീഡിയോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സ് ചത്തെടുക്കാൻ ഓരോ അവസ്ഥയിൽ പോകുമ്പോഴും വന്നു കഴിയുമ്പോൾ 2 ദിവസം വീഡിയോയിലാണ് ഒരുപാട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇൻസ്റ്റയിൽ മെസ്സേജ് വേണ്ടി ചേച്ചി വീഡിയോ കാണില്ല എന്താ ചേച്ചിക്ക് വയ്യാണ്ടായെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ അവസ്ഥയോടും എൻ്റെ സാഹചര്യവുമായിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഉണ്ട് എപ്പോഴും എന്നും പറയുന്നത് കാശിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇല്ലാന്ന് പറഞ്ഞത്. പക്ഷേ ഇത് റീച്ചാക്കിയിടാൻ വേണ്ടിയിട്ടും ചെയ്യാറില്ല. അതും ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ അനുവദിച്ചു കൊടുക്കില്ല, ഉള്ളതാണെങ്കിൽ ഞാൻ അനുവദിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ തട്ടി കൂടിയൊരു കൊള്ളിഷ്ടാക്കി വെച്ചത്. നിങ്ങൾ പോവാണെന്ന് നോക്കിയോട്ടോ, നിൽക്കണ്ട കുഞ്ഞു വന്നാല് ഇവിടെ ബാക്കി രാത്രി വാക്കലൊക്കെ ആകുമ്പോൾ ഞാൻ വരാം. അല്ല പാല് കിട്ടിയ കുഴപ്പമില്ല കുഞ്ഞു. ഉറങ്ങുന്നൊന്നുമില്ല, കിടക്കാൻ പറ്റില്ല. കുഞ്ഞാനെ കൊണ്ടുപോകാതിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെനിക്ക് നോക്കി കുഞ്ഞൻ ഞാനുണ്ടാവുന്ന ആളെന്തായാലും നിങ്ങളോട് വരും. എന്താ വെച്ചാൽ അവൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് വിഷയം. അവൾ ഭക്ഷണം കഴിക്കുന്നില്ല, പാൽ കുടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ടെൻഷനാവും. ഭയങ്കര കരച്ചിന് വെച്ചാൽ അവൾ തപ്പുക, പാല് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരട്ടി തപ്പിട്ട് കിട്ടുക. പിന്നെ തോളത്ത് വളരെ നേരം ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ പിന്നാണിക്കും. അതിനിങ്ങനെ എടുത്താൻ പാടില്ല. എടുത്ത് തപ്പും വായിലുള്ള കൈയൊക്കെ കയറ്റിയാൽ ഇങ്ങനെ കയറ്റി തപ്പ അത് തോളത്തിട്ടാൻ പറ്റില്ല. തോളത്തിട്ട് ഞാൻ ഇവിടെ നക്കാനൊക്കെ ശ്രമിക്കും. എന്നാലും ഇങ്ങനെ മുഖം ചെരിച്ചിങ്ങനെ തട്ടിയിട്ട് ചന്തയും ഇങ്ങനെ തട്ടണം നന്നായിട്ട്. കുറേ നേരം ഉറങ്ങും. പക്ഷെ മരിച്ചെടുത്ത് അപ്പം എനിക്ക് ഇന്നലെ 2:15 എണിച്ചതാ. പരുതി എൻ്റെ കുഞ്ഞിനെ വിളിക്കുമ്പോൾ ഞാൻ ഒരു 5:05 അത് വരെ ഞാൻ ഒപ്പിച്ചു. അങ്ങനെയല്ല ഏതായാലും 1/2 മണിക്കൂർ മുന്നേ കുഞ്ഞിനെ വിളിച്ചത്. 5 മണിയത്ത് കുഞ്ഞിനെ വിളിച്ചത്. നമുക്ക് എടുത്തടക്കാനോ കുഴപ്പങ്ങളും അല്ല. കാത്തു കരഞ്ഞ് ക്ഷീണിച്ചെടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമം. ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അവൾക്ക് വിശപ്പ് പറയാൻ കുഴപ്പമില്ല. അവളോട് ഒരു ബുദ്ധിമുട്ടില്ല. വിശക്കുന്ന
മുമ്പ് തന്നെ വേണം, വേറെ ഒന്നും അവൾക്ക് പറ്റില്ല. എന്നാലും ഞാൻ ഓറഞ്ചിൻ്റെ നീര് പിരിഞ്ഞു കൊടുത്തു നോക്കി, അവൾക്ക് ആ ഓറഞ്ച് ടേസ്റ്റിൽ എത്തിയാൽ മതി. ഞാൻ അവൾക്ക് ഓറഞ്ച് നീര് ഇഷ്ടമാണല്ലോ, അത് കുടിക്കാറുണ്ട്. എന്താ പറയുക, ഞാൻ ഒന്നുകൊണ്ട് കയ്യിൽ പിരിച്ചിട്ട് വെച്ച് നോക്കി നോക്കിയപ്പോഴേ അവൾക്ക് ടേസ്റ്റ് ഉള്ളത് പറ്റുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അല്ല പാൽപ്പൊടി പാൽ ശരിക്കും മുലപ്പാലിന് ടേസ്റ്റ് ആണെന്നല്ല പറയാം. ഇല്ല എങ്ങനെ മുലപ്പാലിനെ ടേസ്റ്റാണ്? മുലപ്പാല് കുടിക്കില്ല, ഈ പാൽ മാത്രം. അതാ കുട്ടികൾക്ക് അത് മാത്രം കൊടുത്ത് ശീലിച്ചു കൊടുക്കില്ല. മോള് നീ വർക്കിന് പോകുമ്പോൾ മാത്രം കുടിക്കണമല്ലോ, അപ്പം നിന്റെ കൊടുത്ത് നീ കൊടുക്കുക. പാലില്ലാത്ത അമ്മമാരുണ്ടാവല്ലോ, അപ്പൊ അവർക്ക് അത് കൊടുത്തിട്ട് അതാ ശീലം. നമ്മളെന്ന് പറഞ്ഞാൽ കാർത്തൂന് ഈ വർക്കിന് പോകുമ്പോൾ മാത്രം അതാണ് യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ യൂസ് ചെയ്യാറുള്ളത് പറ്റണില്ല. പാലും പറ്റില്ല, പാലും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളാക്കാൻ പറ്റുന്നത് ഇതാണ് കാരണം കേട്ടോ. ബാക്കി മീൻകറി പൊന്നാണ് ചെയ്തത്, പക്ഷെ മീൻകറി ഉണ്ടായിരുന്നു പൊന്നോ അടിപൊളിയാണ്. വേറൊരു മോഡലിൽ മീൻകറി വെച്ച്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, അതല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻകറി. ചേച്ചി കുളിച്ചോ? അങ്ങനെ ചേച്ചിയോട് കുളിക്കാൻ പറഞ്ഞ, ചേച്ചിയുടെ കുളിക്കാൻ ടൈമേ, അതായത് ഞങ്ങളുടെ വീട്ടിലെ ചേച്ചി കുഞ്ഞനാണ്, ഞങ്ങളോട് കുളിക്കാൻ പറഞ്ഞത്. ചേച്ചി അമ്മായിമ്മ അസ്ഥാനങ്ങൾക്ക് ഞങ്ങൾ കൈമാറിയിട്ടുള്ള കുഞ്ഞനാണ്. കുഞ്ഞിന് കുണിക്കും, ഇപ്പൊ കുണിക്ക് വെയിറ്റ് മേടിച്ച് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് വയ്യ. പൊന്നിനെ കുറെ നെഗറ്റീവ് വരുന്നത്. എന്താ പൊന്ന്, നിനക്ക് അമ്മോട് സ്നേഹമില്ലല്ലോ, അമ്മോട് അമ്മ ഈ അവസ്ഥയ്ക്ക് നീ വീഡിയോ ഇട്ടാന്ന്, നീ വെറുതെ എങ്കിലും പോ, ആ അമ്മ വയ്യാത്ത അമ്മേനെ കഷ്ടപ്പെടുത്താതെ. ഞാൻ വീട്ടിൽ നിന്ന് പോകണം, ഞാൻ വീട്ടിൽ നിൽക്കുമ്പോ അമ്മയ്ക്ക് കഷ്ടപ്പാടാണ്. വയ്യാത്തവരെ കഷ്ടപ്പെടുത്താതെ ഞാൻ വീട്ടിൽ നിന്ന് പോകണം. പിന്നെ എനിക്ക് ഒരു തരി സ്നേഹമുണ്ട്, നീ വീഡിയോ ഇവിടെ നിൽക്കലും നീ എന്തൊരു ഹാപ്പിയാ. നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതമാണ്. നമുക്ക് 10 രൂപ കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ യൂട്യൂബിൽ ഇത് കിട്ടുള്ളൂ. ഉള്ള സമയത്ത് നമുക്കൊരു 10 രൂപ എവിടെയും കിട്ടും എന്ന് പറഞ്ഞാൽ കൊക്കാണ്ട് കൊല്ലാണ്ട് മോഷ്ടിക്കാണ്ട് 10 രൂപയ്ക്ക് നല്ല രീതിയിൽ എവിടെ കിട്ടും എന്നുണ്ടെങ്കിൽ നമ്മളത് കിട്ടാതെ ശ്രമിക്കുമല്ലേ. ഞാൻ ശ്രമിക്കും. എന്നെ സംബന്ധിച്ച് യൂട്യൂബിൽ നിന്നാണ് ഇപ്പോൾ 10 രൂപ കിട്ടുന്നത് വെച്ചാൽ അതിന് വേണ്ടി ഞാൻ വയ്യാന്ന് അത്രയും വയ്യ, അത്രയും മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരെ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവരുടെ കയറി പണിയെടുത്താൽ എനിക്ക് വീഡിയോ ഇല്ല എന്നത്തെ ദിവസം. അപ്പം ഞാൻ പറയാം, എൻ്റെ പണി ഞാൻ ചെയ്തോണ്ട്, എൻ്റെ തൊഴിലതാ. ഞാൻ രാവിലെ എനിക്ക് എൻ്റെ വീഡിയോ എടുക്കുക, എൻ്റെ പണികൾ ചെയ്യുക, അതാണ് എൻ്റെ കണ്ടന്റ്. അപ്പം പിന്നെ ഞാൻ തന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഒരു ഭാഗ്യത്തിലുള്ള കുട്ടീനെ കുളിപ്പിക്കേണ്ട കാര്യം, കുട്ടിയുടെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കണ്ട. അതൊക്കെ അവിടെ ആകെ 2 പ്രാവശ്യം കുളിപ്പിച്ചിട്ടുള്ളൂ. അതൊക്കെ അവിടെ ഞാൻ കുളിപ്പിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എന്നോട് പറ്റുന്നില്ല, എനിക്ക് സാഹചര്യങ്ങൾ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞു കുളിപ്പിച്ചോ, നമ്മുടെ സാഹചര്യം എനിക്ക് എന്താ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങൾ കുളിപ്പിക്കാൻ ഇഷ്ടമാണെന്നിട്ടുള്ള വീഡിയോ എടുക്കലും അതൊക്കെ കൂടിയാകുമ്പോൾ നമ്മൾ താങ്ങാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നമുക്ക് 10 രൂപയെങ്കിൽ നമുക്ക് ആവശ്യമാണ്. അല്ല ആരെങ്കിലും മുന്നിൽ കൈ 10 രൂപയ്ക്ക് നേരിട്ടേക്കാണ്ട് അവനെ സമ്പാദിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ആയാലും കക്കാണ്ട് മോഷ്ടിക്കാണ്ടും ആരുടെ കണ്ണീര് താഴ്ത്ത് വീഴാണ്ടും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കാശുണ്ടാക്കാം. പിന്നെ നമ്മൾ കാശുണ്ടാക്കുന്നത് നമ്മൾ ആർക്ക് കൊണ്ടു കൊടുക്കാനോ അല്ലാണ്ട് ഒന്നുമല്ല, നമ്മുടെ മക്കൾക്കുള്ള ആവശ്യമുള്ള സാധനം മേടിച്ചു കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ, അവരെ പഠിപ്പിന്, ഇതിന് തന്നെയാണ് നമ്മൾ കാശ് ചിലവാക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കാശ് കിട്ടുന്നതിന് ഒരു 100% 75% എനിക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെ ചെയ്യുന്നത്. ചെലവാണെന്ന് പറയണ്ടേ. പിന്നെ ഞങ്ങൾക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും വീഡിയോ സ്റ്റാർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ചിരിച്ചും നിന്നേ പറ്റും. നമുക്ക് ഇപ്പൊ ഞാൻ 2 ദിവസം ഈ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോ എന്താ കമന്റ് വന്ന്, എനിക്ക് നിങ്ങളതൊരു കണ്ടന്റ് ആക്കാണ്, നിങ്ങളത് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണം. അപ്പൊ അതും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പണിയെടുത്താൽ പറയും അവർക്ക് അസുഖമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എത്ര ദിവസം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്നിരുന്ന് വർത്താനം പറഞ്ഞാൽ എത്ര ദിവസം നിങ്ങൾ എൻ്റെ വീഡിയോ കാണും? എൻ്റെ വരുമാനം ഇതേ ഉള്ളൂ. അപ്പൊ ഞാൻ അസുഖം നോക്കി ഇരിക്കാൻ പറ്റില്ല. എൻ്റെ അസുഖം എന്താന്ന് എല്ലാവരെക്കാളും പോലെ എനിക്ക് നല്ല മാതിരിയുണ്ട്. എന്തൊക്കെ അനുഭവിച്ചിട്ടാണ് ഇതിലധികം നടക്കുന്നത്, എന്തൊക്കെ ഞാൻ ഇപ്പോൾ എൻ്റെ അവസ്ഥയിലൂടെയാണ് ഞാൻ പോകുന്നത്. ഒരു അവസ്ഥയിൽ നിന്നും എനിക്കൊരു മോചനം കിട്ടിയിട്ടില്ല. ഇപ്പോഴും എന്താ തീരുമാനം ഞങ്ങളോട് പറയുള്ളൂ. അപ്പൊ കാണുമ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്നും ഒരാൾ ആരോട് പിന്നെ അവസാനം കെട്ടാൻ പറ്റാ ലാസ്റ്റ് കെട്ടാകുമ്പോഴാണ് ഇവർക്കൊക്കെ കാട്ടു കൊടുക്കുക, ഇവരോട് പറയും. ആർക്കും പറയില്ല, നമ്മൾ തിരക്കിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥയും കാര്യങ്ങളും. ഞാൻ പണിയെടുക്കാണ്ടിരുന്നുകൊണ്ട് കുഴപ്പമുണ്ടായിട്ട്, പക്ഷേ ഈ വീഡിയോ ആരും കാണില്ല. 2 ദിവസം കാണും, 3 ദിവസം കാണും. അല്ലെങ്കിൽ നമ്മളെ ശരീരം ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ എൻ്റെ അവസ്ഥകൾ കേൾക്കാൻ വേണ്ടി ഇരിക്കും, അത്ര തന്നെ. അല്ലാണ്ട് ഒരാളും ഇതല്ല. നമ്മൾ കുക്കിങ് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ അത് കാണണമെന്ന് ഒരുപാടാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എനിക്ക് നടന്ന് ഇത് ചെയ്തേ പറ്റും.
ഞാൻ ഒന്നേ ആഗ്രഹിച്ചില്ല, എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഞാൻ നിങ്ങളോട് ആഗ്രഹം ചോദിച്ചിട്ടുള്ളൂ. വേറെ ഒന്ന് അവിടെ ഒരു തരത്തിലും ആരും പറ്റിച്ചിട്ട് എനിക്ക് ജീവിക്കണം ഇന്നുമില്ല എന്നുമില്ല. അങ്ങനെ പറ്റിച്ച് ജീവിക്കണം എന്ന് ഞാൻ എൻ്റെ ഭർത്താവ് വിചാരിച്ചെങ്കിൽ ഇന്ന് ഈ നിലയ്ക്ക് ജീവിക്കേണ്ടവരല്ല. സൂപ്പറാ, ഇന്ന് ഈ നിലയ്ക്ക് ജീവിക്കേണ്ടവരല്ല. മനസ്സിലായി? ആരുടെ 10 രൂപ